ഇവിടെ ആകെ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് ആദ്യം തന്നെ വന്നപ്പോഴത്തേക്ക് പൂച്ച വെച്ച് കിടക്കുന്ന കഥയൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന അദ്ദേഹം പറഞ്ഞു മിസ്മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട മാനേജ്മെൻ്റ് ഉള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള കണക്കുകൾ കിടക്കുമ്പോൾ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് ഇവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന അപകടം എന്താ? കേരളത്തിന് അർഹമായി കിട്ടാനുള്ള തുക കിട്ടാതെ വരും. കേരളത്തിന് അർഹമായ കിട്ടാനുള്ള തുക തന്നെ നിങ്ങൾ തന്നെ പറയുമല്ലേ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് എന്ന് പറയും. മിസ്മാനേജ്മെൻ്റ് അല്ല, രേഖകൾ നോക്കിയാൽ റിസർവ് ബാങ്കിൻ്റെ കണക്കിൽ സിയാൻഡേജിയുടെ കണക്കിൽ ഒക്കെ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഓരോ മേഖലയിലും അതിൻ്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് മറ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്ട്രെങ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് ശക്തമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയാനോ ശ്രീ എ കെ ആന്റണിയെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കണക്കുകളും കാര്യങ്ങളുമായി നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും എല്ലാ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിനും ഇത് സംബന്ധിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൊതുവെ സംരക്ഷിക്കണം, സത്യമായി കാര്യങ്ങൾ പറയണം, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്നതിന് എല്ലാവർക്കും പിന്തുണയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഈ കാര്യം